നോമ്പ് തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച ലീവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടുള്ളൂ. രാവിലെ വന്ന് കിടന്നാൽ പിന്നെ 11:30 പിന്നെ എണീക്കണം ജുമാക്ക് പോകാൻ. ജുമാക്ക് പോയി വന്നാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയും തുടങ്ങണം. ട്രാഫിക് കണ്ടില്ല, പകുതി ഉറക്കത്തിൽ എണീറ്റിക്കണേ. ബംഗാളികളൊക്കെ ചിലര് പള്ളിയേക്ക് വരും, ചിലര് കിടന്നുറങ്ങും. ഇത് നമ്മളെ പാകിസ്ഥാനി നദീം ഭായി ആണ്. നദീം ഭായ് എന്റെ വീഡിയോ എടുക്കലടാ, എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. 12 മണി ആയപ്പോഴത്തേന് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ വന്ന് നിന്ന് കുറച്ചേരം പിന്നെ ഇവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്ന്. ഇവരൊക്കെ ചൂടാക്കാൻ ഭയങ്കര രസാട്ടോ. ഇവരെ കൂടെ നിന്നിട്ട് ഇപ്പൊ ബംഗ്ലാ ഭാഷയും പഠിച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് ഹിന്ദി ബംഗ്ലൊന്നും കിട്ടിയില്ലെങ്കിൽ മലയാളത്തിൽ 2 ചീത്തൊക്കെ പറയും. അതാവുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല, നമുക്കൊരു മനസ്സുഖമാണ്. താഴത്ത് നേരത്തെ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടീന്റെ കൊട്ടയിൽ നിന്ന് പോകേണ്ടി വരും പള്ളിയേക്ക്. നമ്മൾ നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ തന്നെ സീറ്റ് കിട്ടി. വന്ന പഠനം ആദ്യം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാറാണ് പതിവ്. നമ്മളിന്ന് കാര്യമായിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. മറ്റവര് എന്തൊക്കെയോ വാങ്ങിയത്, നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല. വേഗം പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഖുർആനോട് ഓതാൻ തുടങ്ങി. നിങ്ങളൊക്കെ ഖുർആൻ ഓതിയിട്ട് എത്ര ജുസുഹായി? എന്റെ ഏതായാലും പകുതിയൊക്കെ ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് സ്ലോ ആയി. ആരെല്ലാം ഫുള്ള് തീർക്കണം ഇൻഷാ അല്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ വണ്ടിന്റെ ഉള്ളിൽ നമുക്ക് സീറ്റ് ഇല്ല. നമുക്കതൊന്നും വിഷയമില്ല, നമ്മൾ ഇനി കൊട്ടയിലിരുന്ന് പോകും. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അങ്ങോട്ട്. ശരിക്കും ഇങ്ങനെ ഇരുന്ന് പോകാനൊന്നും പാടില്ല, പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പോലീസുകാരൊന്നും വല്ല ശ്രദ്ധിക്കൂല. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും. അത് നമുക്ക് അൺസൈക്കബിൾ ആണ്, വേറെ ഒന്നും സഹിക്കാം. റോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, വണ്ടി കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. റൂമിൽ എത്തിയപ്പോൾ നമുക്ക് ഇനി അധികം ഉറങ്ങാനൊന്നും സമയമില്ല. ഒരു 1.5 മണിക്കൂർ എങ്ങാനും കിടന്ന് ഉറങ്ങാം. പിന്നെ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ചാൽ നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് പുതിയ റൂമിലേക്ക് താമസം മാറും. ഒന്ന് ഉറങ്ങി എണീറ്റ് നമ്മൾ നേരെ ബഗാലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള പോക്കാണ്. ഇന്ന് കുറച്ച് അധികം പൈസന്റെ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റും കപ്സിയാണ്. അതിന്റെ അടുക്കുണ്ട് നമ്മളെ പാകിസ്ഥാനിന്റെ ഓയിലൊക്കെ കട്ട പിടിച്ചിട്ട് അത് മേടി താഴത്ത് കിടന്നു. ഇവിടെ അങ്ങനെയും തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ കപ്സക്കുള്ള ചട്നിയൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി. അതിന്റെ കൂടെ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികളും തുടങ്ങിയിരിക്കണം. സാധനമൊക്കെ റെഡിയായി, എണ്ണൊക്കെ ചൂടായി. നമ്മളെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തന്നെ അത്യാവശ്യം സമയത്തുണ്ട്. നമ്മളെ കപ്സ അണ്ട് ഫുൾ ആയിട്ടില്ല. മസാല പകുതി ആയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. ബാക്കി പരിപാടി ഞാൻ നോമ്പ് പറഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയിൽ കൂടി നമുക്ക് പോകാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ആകും. എല്ലാം അങ്ങോട്ട് ചടപടേച്ചിട്ടാക്കി. ഇവിടുന്ന് മാറാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചതാണ്. നമ്മളെല്ലാ പണിക്കാരും കൂടി ഇനി ഒരു അപ്പാർട്ട്മെന്റിലാണ്. നമുക്ക് സെപ്പറേറ്റ് റൂം തന്നെയാണ്, ഓർക്ക് വേറെ റൂമാണ്. എന്ന പാടന്നെ ഓർക്കുള്ള ഫുഡ് ഓർ ഉണ്ടാക്കി തുടങ്ങിയത്. സംഭവം ഇത്ര ഫാസ്റ്റ് ആവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു 3 ദിവസം മുന്നേ തന്നെ ഇവിടുത്തെ പണികൾ തുടങ്ങിയിരുന്നിട്ടോ. ഇവിടുത്തെ വയറിങ്ങും കാര്യങ്ങളൊക്കെ 2-3 ദിവസം മുന്നേ നമ്മളെല്ലാം തീർത്ത്. ബാക്കി കിച്ചന്റെ പണിയും ബാത്റൂമിന്റെ പണിയൊക്കെ കുറച്ച് നമ്മളിങ്ങനെ തീർത്ത് വെച്ചിരുന്നു. എല്ലാം നമ്മൾ തന്നെ, പുറത്തൊന്നും ഒരു പണിക്കാരി ആവശ്യമില്ല. എല്ലാ വിഭാഗം പണിക്കാരും നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പോൾ പ്ലംബിങ്, പെയിന്റിങ്, വയറിങ്, വെൽഡിങ് എല്ലാ തരം പണിക്കാരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്യാമറ വെക്കണോ? അതിന് ഞാനും ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഒരു പണിക്കാരും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മളെ തലേ ദിവസം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിച്ച് വെച്ചിരുന്നു. ഇനി അവിടുന്ന് സാധനങ്ങളൊക്കെ പാടെ അങ്ങോട്ട് കൊടുന്ന് സെറ്റാക്കി ഇട്ട് വെച്ചാൽ മതി. നമ്മൾ ലാസ്റ്റ് ആയിട്ട് തന്നെ അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ച് വരാന്നുള്ളൊരു പ്ലാനിങ് ആണ്. നമ്മൾ അവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡും കഴിച്ച് ഇതേ റൂമിലേക്ക് സാധനങ്ങളൊക്കെ പാടെ കൊടുന്നിട്ട് റാഫിയും തൻവീറൊക്കെ കണ്ടില്ല, വന്ന പടനെ കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട്. മറ്റവർക്കൊന്നും പിന്നെ കട്ടിലൊന്നും നിർബന്ധമില്ല എന്ന് പോലും പറയണത്. അങ്ങനെ നമ്മളെ ഹീറ്ററൊക്കെ ചലിയൊക്കെ നമ്മളിഞ്ഞ് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരണ്ട്.